വിഷയം KSRTC ബസ്സിലെ ജാസിനെ UDF ഭരണത്തിൽ വന്ന് മന്ത്രി ആരാന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുക. ആരാ രമേശ് ചെന്നിത്തല ആവണോ, അല്ലെങ്കിൽ PD സതീശൻ സാർ ആവണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവണോ, നിങ്ങൾ അത് നോക്ക്. നിങ്ങൾ ജാസി ഇറങ്ങുന്നതും വിട്ടുപിടി. പക്ഷെ ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യും, ഫ്രീ ടിക്കറ്റ് ആയിട്ട്. ഇനി ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം സർജറി ചെയ്താണല്ലോ. പകുതി പെണ്ണായ ആളെ നിങ്ങൾ പറയുമ്പോൾ പകുതി പെണ്ണായി എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ ഒരു 150 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോഴോ അപ്പൊ എങ്ങനെയുണ്ട്? അത് നടക്കൂലേ? അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്നാണ്. എന്നാൽ അതല്ല. മുഖ്യമന്ത്രിയായ സതീശന് മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി ജാസി ബസ്സിൽ കയറുമോ ഇല്ലയോ ഫ്രീ ആയിട്ട്. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രെൻഡിങ് ടോപ്പിക്. അപ്പം ജാസി കയറുമെന്നാണ് വാശി പിടിക്കുന്നത്. അതായത് അവൻ പറയുന്നത് പിന്നെ ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന്. അഥവാ എന്നാണ് ജാസിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുക. കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഞങ്ങൾ ഉണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിപ്പുറത്തെ കാക്കായ മാത്രം അങ്ങനെ സിലിക്കോൺ തേച്ചതിന്റെ പേരിൽ ജാസിക്ക് ഒരു പ്രിവിലേജ് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ കേരളത്തിലെ ആണുങ്ങൾക്ക് മൊത്തം അത് കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെ ഒരാണിനെ മാത്രം പരിഗണിക്കുന്നത് ശരിയല്ലല്ലോ. എന്തൊക്കെയായാലും അവന്റെ കുറച്ച് ഫുള്ള് വിവരക്കേട് പറയുന്ന ഒരു വീഡിയോ ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ അതാണ്. അപ്പൊ നമ്മൾ ആ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ നമുക്ക് കടക്കാം കാക്കാടെ വീഡിയോയിലേക്ക്. ഇപ്പൊ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം സർജറി ചെയ്താണല്ലോ. പകുതി പെണ്ണായ ആളെ നിങ്ങൾ പറയുമ്പോൾ പകുതി പെണ്ണായി എനിക്ക് പകുതി ടിക്കറ്റ്. അതായത് എവിടെയാണോ എനിക്ക് പോവേണ്ടത് അവിടെ ഒരു 150 രൂപയാണ്, അല്ലെങ്കിൽ ഒരു 200 രൂപ ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കും. ബാക്കി പകുതി ഞാൻ പെണ്ണാണെന്ന് പറയും. അപ്പോഴോ അപ്പൊ എങ്ങനെയുണ്ട്? അത് നടക്കൂലേ? പെണ്ണുങ്ങൾക്കാണല്ലോ KSRTC ബസ്സിലെ എന്താ പറയാ യാത്ര. അപ്പോ ഞാൻ പകുതി പെണ്ണാണല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ പകുതി പെണ്ണിന് പകുതി. അത് ന്യായല്ലേ? നിങ്ങൾ പറ, അത് ന്യായല്ലേ? അത് ന്യായമാണ്. അത് ഞാൻ നേടിയെടുക്കും. അത് നേടിയെടുത്തിട്ടേ ഞാൻ അടങ്ങും. എനിക്കൊരു വാശി കൂടിയാണത്. ഞാൻ ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ലീഗലി എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ ട്രാൻസ്ജെൻഡർ ID കാർഡ് എടുത്ത വ്യക്തിയാണ്. ഇനിയിപ്പോൾ അത് കുത്തിവെക്കി വരണ്ടല്ലോ, അതെടുത്ത് വെക്കാണ്. ഞാൻ ലീഗലി എൻ്റെ സർജറി കഴിഞ്ഞ വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ സർജറി ചെയ്ത് എവിടെയാണ് എന്താണെന്ന് നിങ്ങളോട് പറയാൻ മനസ്സില്ല. അതിന്റെ ആവശ്യം എന്ത്? നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും പുരുഷനാണോ സ്ത്രീയാണല്ലോ നിങ്ങൾ തുണി ഊരി എനിക്ക് കാണിച്ചു തരുമോ? ഇല്ലല്ലോ. ഞാൻ എന്തിന് അത് ചെയ്യേണ്ട ആവശ്യം? എടാ കുറ്റിപ്പുറത്തെ കാക്ക, ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ആണും പെണ്ണും ആണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങള് ഈ ഭൂമിയിൽ അവരെ മക്കളായിട്ട് ജനിച്ചിരിക്കുന്നത്. അതിന് വലിയ തെളിവൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിന്റെ രക്ഷാകർത്താക്കള് പാപ്പായും ഉമ്മയാണെന്ന് തെളിയിച്ചത് പിന്നെ അങ്ങനെ പൊക്കി കാണിച്ചിട്ടാണ്. എന്തിനാണ് ആ ജന്മം തന്നെ അവരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നിനക്ക് ഒരു ഉളുപ്പുണ്ടോ? നീ ഒരു ചെറുക്കനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ വാപ്പായും ഉമ്മായും വിഷമിപ്പിച്ച്, അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരെ വിഷമിപ്പിച്ച്, അവന്റെ ജീവിതം നശിപ്പിച്ച്, നീ നിന്റെ വീട്ടുകാരെ വിഷമിപ്പിച്ച് അവരുടെ ജീവിതം വിഷമത്തിലാക്കിയിട്ട് നീ ഇമാതിരി റീച്ചിന് വേണ്ടി വിടുവായി തന്നെ സോഷ്യൽ മീഡിയ വന്ന് പറയാൻ നിനക്ക് നാണം ഉണ്ടോടാ? കുറ്റിപ്പുറത്തെ കാക്ക, നിന്റെ തൊലിക്കട്ടിയും നിന്റെ മരക്കട്ടിയും അംഗീകരിച്ചേട്ടാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇമാതിരി ഊളത്തരം വന്ന് സോഷ്യൽ മീഡിയ വിളിച്ചു പറഞ്ഞാല് അപ്പൊ അറിയാലോ കേരളത്തിലെ എല്ലാവരും അടങ്കലാണ് നീ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിനക്ക് ഇതിനുള്ള മറുപടി സോഷ്യൽ മീഡിയ തന്നെ തരുമെന്നുള്ളതാണ് ഉറപ്പ്. വേറെ പണി നോക്കടാ പോടാ. ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് ഞാൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രാൻസ് ID കാർഡ് എടുത്ത ഒരു വ്യക്തിയാണ്, ട്രാൻസ്ജെൻഡർ ആയിട്ട്. ഇവിടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള എത്രയോ പേര് അവര് ആധാർ കാർഡിലോ അവര് പാസ്പോർട്ടിലോ അവര് വേറെയുള്ള രേഖകളിലോ ഒക്കെ സ്ത്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ആണെന്ന് ആയിട്ട് തന്നെ കൊടുക്കണമെന്ന് അങ്ങനെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മള് സർജറി, ഇപ്പൊ ബ്രസ്റ്റ് സർജറി, ഡൗൺ സർജറി അല്ലെങ്കിൽ 2 സർജറിയും കഴിഞ്ഞ ആൾക്കാരൊക്കെ സ്ത്രീ ആയിട്ട് തന്നെ കിട്ടും. അവർക്ക് സ്ത്രീ ആയിട്ട് നടക്കാം, അവർക്ക് സ്ത്രീ ആയിട്ട് പോവാം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടോ? ചില ആൾക്ക് അറിയേണ്ടത് എനിക്ക് ഗർഭപാത്രം ഉണ്ടോ എന്നാണ്. ഉണ്ട്. എനിക്ക് ഗർഭപാത്രം ഉണ്ട്, സത്യം. വിശ്വാസമായില്ല? ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം പോകുന്ന വെച്ചില്ലേ പ്രസവിക്കാത്തത്? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പ്രസവിക്കില്ലേ? അതവിടെ കേട്ടെ. അപ്പൊ ഗർഭപാത്രം ഇപ്പൊ അടുത്ത് ഏതൊരു ആണിന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭപാത്രം ഉണ്ടായി എന്നൊക്കെ സംഭവം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിലോ എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഗർഭപാത്രം ഉണ്ടോ എന്നൊക്കെയാണ് ചില ആൾക്കാർക്ക് അറിയേണ്ടത്. ഇനിയിപ്പോൾ അതിനു വേണ്ടി ഞാൻ പണ്ട് എന്താ പറയാ ഡ്രസ്സ് ഊരിയിട്ട് കാണിച്ചു കൊടുത്ത പോലെ ഗർഭപാത്രം ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ സർജറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വയറ് കീറണോ? ജാസി ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട് സഞ്ചരിച്ചു കൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ അത് ലീഗലി പോയിട്ട് മൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ എന്താണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന പല പ്രിവിലേജസും ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ ഏത് ലോകത്താടോ ജീവിക്കുന്നത്? ആണ്, പെണ്ണ്, ട്രാൻസ്, മറ്റത് മറിച്ചത് അതൊക്കെ ഒഴിവാ. പാത്രമുണ്ട്, നിനക്ക് ഗർഭപാത്രമല്ല, അടുക്കളയിൽ ഇരിപ്പുണ്ട് പാത്രം.
അല്ലാതെ നിനക്ക് ആണായ ഒരുത്തന് ഇങ്ങനെ വന്നിട്ട് വിടുവായുത്തരം പറഞ്ഞ് നിന്നെ വെച്ച് ആൾക്കാർ റീച്ച് ഉണ്ടാക്കുന്നത് നീ പറയുന്നത്. ഈ മാതിരി വിവരക്കേട് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ട് നീ അല്ലേ ഒന്ന് സ്വയം കോമാളിയാകുന്നത്. ഈ പറയുന്ന പഴയ റീച്ച് ഒന്നും ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ല. നീ വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വരികയാണ്. അത് ആർക്കാണ്? നിനക്കും നിന്റെ ആ കൂടെ നിൽക്കുന്നവനും നിങ്ങൾ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, കാക്കാക്കിയുടെ റീച്ചിനും അന്നം മേടിക്കാനുമാണ്. അല്ലാതെ ജാസിയുടെ സാരി തുമ്പി പിടിച്ചോണ്ട് പോകാൻ കേരളത്തിലെ ആണുങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ ഒന്നും കാര്യമില്ല. അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ജാസി എന്ന് പറയുന്ന നീ ഒരു ബസ്സിൽ കയറിയോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയോ ട്രെയിനിൽ കയറിയോ എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്തു. ഇവിടെ നമ്മൾ ആരും അത് തിരക്കാൻ വരുന്നില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. പിന്നെന്താണ് നീ തന്നെ വന്നിട്ടാണ് പറഞ്ഞത് ഞാൻ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ഫ്രീ യാത്ര ഞാനും ചെയ്യും എന്നുള്ളത്? അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ആൾക്കാരെ നിരത്തിറക്കിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും സർവ്വജനങ്ങൾക്കും എന്താക്കണം? ഫ്രീ ആക്കണം. ഒരിക്കലും ബ്രസ്റ്റ് സർജറി ചെയ്തതിന്റെ പേര് മാത്രം ഒരാൾ സ്ത്രീയായി മാറുന്നില്ല പൂർണ്ണമായിട്ടും. അതെന്തായാലും അവർക്കറിയാം, ഒരു സ്ത്രീയായി മാറണമെങ്കിൽ അവർക്ക് ഗർഭപാത്രം വേണം, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ ഒരു സ്ത്രീയായി മാറത്തുള്ളൂ. അല്ലാതെ ഈ ബ്രസ്റ്റ് സർജറി ചെയ്ത് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയായി മാറുമെന്ന് അത് ആര് പരിഗണിക്കും അല്ലെങ്കിൽ ആര് അംഗീകരിക്കും? പിന്നെ നീ വന്ന് കിടന്നിട്ട് സ്വന്തമായിട്ട് അതായത് ഇതെന്നൊക്കെ പറയുന്നതല്ലാതെ ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നതും ഇല്ല എന്നുള്ളതാണ്. അൾട്ടിമേറ്റ് നിനക്ക് വേണ്ടത് നിന്റെ സ്വന്തം റീച്ചാണ്, അല്ലാതെ അതൊന്നും നമ്മുടെ തലയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയ്ക്കോ ഒന്നും വെക്കണ്ട. ഇവിടെ അതൊക്കെ മാറ്റട്ടെ. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ജാസി ബസ്സിൽ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്ത് കാണിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ KSRTC യാത്ര ഞാൻ അതിന് എത്രത്തോളം ഞാൻ പൊരുതണോ ഞാൻ പൊരുതും. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകൾക്കാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ജാസി എങ്ങനെ സ്ത്രീ ആവുമെന്ന്, അല്ലേ? അതാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ആൾക്കാർ. പിന്നെ ചില ആൾക്കാരൊക്കെ വെറുതെ ഈ ടോപ്പിക് എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. റീച്ചാണ് മെയിൻ, അത് വേറെ കാര്യം. എന്തെങ്കിലുമൊക്കെ റീച്ച് പിടിച്ച് നിൽക്കണമല്ലോ. കാരണം അക്കൗണ്ടൊക്കെ അങ്ങ് ഡൗണാ, എന്തുവാ ചെയ്യുക? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത്, അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നാലാൾക്കാർ കാണും, എന്തെങ്കിലും കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ ജാസിന് തലമ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ജാസി ഒന്നും ഇങ്ങനെ നിൽക്കുന്നത് ആണല്ലോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടൊക്കെ. അപ്പൊ ജാസിനെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് അങ്ങ് കിട്ടും എന്ന് വിചാരിച്ച് ചില അമ്മച്ചിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മച്ചിമാരെല്ലാത്തവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചിമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇനിയിപ്പോൾ ഈ ഇത് കാണുന്ന കുട്ടികൾക്കൊരു ഇത് വേണ്ട, ഞാൻ അമ്മച്ചി എന്ന് ഉദ്ദേശിച്ചത് രേണു ചേച്ചിനൊക്കെ പറയുന്നൊരു അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട്. തെറിയ അമ്മച്ചി എന്തോ പറയാൻ പറ്റും, എനിക്കറിയില്ല, വട്ടവർ, ഞാനതൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ വേറെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്. പിന്നെ ചില കാര്യം, നീ ബസ്സിൽ കയറുന്ന എനിക്കൊന്ന് കാണണം, നീ ആര്, നിങ്ങൾക്ക് ആര്? ഞാൻ ബസ്സിലോ കാറിലോ ഫ്ലൈറ്റിലോ കയറി, അല്ല നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്നാ എനിക്ക് അറിയാൻ വയ്യാത്തത്. എന്താ നിങ്ങൾക്ക് ജാസിന് ഇതാ ഈ തുമ്പത്ത് അങ്ങ് പിടിച്ചോളൂ, ഈ സാരി തുമ്പത്ത് പിടിച്ചോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാം. അല്ലേ, ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസി അങ്ങ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് പിടിച്ച് ഏറ്റെടുക്കാൻ ജാസി ഇപ്പം സോഷ്യൽ മീഡിയ ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ? ഈ പറയുന്ന തരത്തിലുള്ള റീച്ച് ഒന്നും നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല. ആ റീച്ചിന്റെ ഒക്കെ കാലം പോയി. പിന്നെയും റീച്ച് ഉള്ളത് രേണു സുധിക്കാണെന്ന് പറയാം. നിങ്ങൾക്ക് ഈ പറയുന്ന റീച്ച് ഒന്നും ഇല്ല ജാസി. ഇപ്പം ഈ ഒരു വിഷയം തന്നെ ജാസിയാണ് മുമ്പോട്ട് കൊണ്ടുവന്നത്. ഏത് KSRTC ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുമെന്നുള്ള ഒരു ടോപ്പിക്ക് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നീയാണ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്, അല്ലാതെ ആൾക്കാരൊന്നും അല്ല. നീ അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരാണായ നീ അത് യാത്ര ചെയ്യുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പിന്നെ ചെയ്തൂടെ എന്നുള്ള ടോപ്പിക്ക് വന്നത് അല്ലെങ്കിൽ ടോക്ക് വന്നത്. പിന്നെ എന്നിട്ട് നീ വന്നിരുന്നിട്ട് ഈ KSRTC എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ടോപ്പിക്ക് പൊന്തി വരാൻ തന്നെ കാരണം ചില ആൾക്കാർക്ക് റീച്ച് ഇല്ല. ഗൈസ് എന്ത് ചെയ്യും? വീട്ടിലിരിക്കുകയാണ് ഗൈസ്, ജോലി ഇല്ലാണ്ട്. ഞങ്ങൾ പോലത്തെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. മനസ്സിലായോ? നമുക്കാണെങ്കിൽ ഒന്ന് വീട്ടിലിരുന്നാൽ മതി, കുറച്ച് നേരമൊക്കെ വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കിടന്നാൽ മതി എന്നുള്ളത്. പക്ഷെ പറ്റില്ല, നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ, പ്രൊമോഷൻ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്, നമ്മൾ ബിസിയാണ് നമ്മള്. പക്ഷെ ബിസി അല്ലാത്തവർ എന്ത് ചെയ്യും? എവിടെയെങ്കിലും കാര്യം തൂറിയതോ തിറ്റതോ ഒക്കെ ഉള്ളതൊക്കെ മാന്തി ഇങ്ങനെ ഈച്ച പറക്കൂലേ, അതുപോലെ നടക്കും. അപ്പൊ റീച്ച് ഇല്ലാത്തവർ അങ്ങനെ റീച്ച് ആണ് പോട്ടെ. ഓക്കെ ഫൈൻ, എന്നെ കൊണ്ട് അവർക്ക് ഞം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. നല്ലൊരു കാര്യമല്ലേ? എന്നെ കൊണ്ട് ഒരാള് എന്നെ വിറ്റിട്ട് ഒരാള് അരി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റോ ഇല്ലേ? ഞാൻ ഇന്ന് വരെ എൻ്റെ അക്കൗണ്ടിൽ ഒരാൾക്കെതിരെ സംസാരിച്ച് ഞാൻ റീച്ച് വാങ്ങിച്ചിട്ടില്ല. ഒരാൾക്കെതിരെ സംസാരിച്ച് ഞാൻ റീച്ച്, ഞാൻ എൻ്റെ വീഡിയോസ്, എൻ്റെ മുഖം എൻ്റെ വീഡിയോസ്, ആഷിയുടെ മുഖം എൻ്റെ വീഡിയോസ് എന്നല്ലാണ്ട് ഞാൻ ഇന്ന ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതാ എൻ്റെ അക്കൗണ്ടിൽ ഫുൾ വീഡിയോസ് സെർച്ച് ചെയ്യാം, ഒരാളെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ആകെ ചെയ്തത് ഞാൻ രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട്, രേണു ചേച്ചിൻ്റെ മോൻ വന്ന സമയത്ത് രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത്, മോനും രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തെന്നല്ലാണ്ട് ഞാൻ ഇന്ന് വരെ ഒരു ആളെ കണ്ടന്റ് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് എവിടെയും പറയണേ, എൻ്റെ യൂട്യൂബ് ആയിക്കോട്ടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എൻ്റെ FB ആയിക്കോട്ടെ, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല.
ചെയ്യത്തുമില്ല. ഒരാളിൽ ഞാൻ ഫേമസ് ആക്കത്തുമില്ല. പേര് പറയത്തുമില്ല. ചിലർക്ക് പേര് പറയാത്തോണ്ടാണ് ഭയങ്കര പ്രശ്നം. ഞാൻ പേര് പറയത്തില്ല. ഒരു ആളെ പേരും ഞാൻ പറയത്തില്ല. അങ്ങനെ ഫേമസ് ആവണ്ട. പിന്നെ എനിക്ക് എന്താ പറയുക, ഇങ്ങനെ കാറിലിരുന്ന് വീട് ചെയ്യണമെന്ന് എനിക്ക് വയ്യ. പുറത്തെ നല്ല ചൂടല്ലേ, പിന്നെ ഫുൾ ടൈം എ സി, കാറിൽ ഫുൾ ടൈം എ സി ഇട്ട് വീട് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, കാറിൽ ഫുൾ ടൈം ഇങ്ങനെ വീട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം വളരെ ഡേഞ്ചർ ആണ് അത് കേട്ടോ. വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് ചെയ്യുക, റൂമിലൊക്കെ ഇരുന്ന് വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വായിന്ന് വരുന്ന ആരാണെന്നാണ് നിന്റെ ഒരു ഉദ്ദേശം? എനിക്കതാണ് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി, കുറ്റിപ്പുറത്തെ കാക്ക, നിങ്ങൾ ആരാണ് എന്നാണ് നിന്റെ ഒരു ഉദ്ദേശം? നീ ആരാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് നിങ്ങൾ ഒരാളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് കേരളത്തിൽ ഫേമസ് ആകും എന്നുള്ളതാണോ? നിങ്ങളെ ഹെലനെതിരെ വീഡിയോ ചെയ്തതോ? അത് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ അല്ലേ ചെയ്തത്? പിന്നെ നിങ്ങളെ വിറ്റ് ആര് കാശുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ വിറ്റ് നിങ്ങൾ തന്നെയാണ് കാശുണ്ടാക്കുന്നത്. നിങ്ങൾ വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് വിടുവായി തരങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് നേടുന്നുണ്ടല്ലോ. ഞാൻ കാര്യം പറയട്ടെ, ഈ കേരളത്തിലെ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേപോലെ നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും അല്ലാത്തവരും. എന്തുകൊണ്ട് ഈ രേണു അല്ലെങ്കിൽ ജാസി പോലത്തെ കുറച്ച് പേര് മാത്രം പിന്നെ കുറെ യൂട്യൂബർമാരുടെ കണ്ടന്റായി മാറുന്നു എന്ന് ചോദിച്ചാൽ, അവരിങ്ങനെ കറങ്ങി നടക്കും. അവർക്ക് റീച്ചിന് വേണ്ടി അവർ നോക്കുന്നത് എന്താണ്? നിങ്ങളൊരു വിടുവായിത്തരങ്ങൾ പറയുമ്പോൾ അത് എടുത്തിട്ട് അത് മാത്രം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ ഇടുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ഹൈപ്പോ അല്ല. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമേജിലൂടെ, ഈ പറഞ്ഞില്ലേ പണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ് വിജയിച്ചത്, അല്ലെങ്കിൽ അത്ര ആൾക്കാർ കണ്ടത്? മനസ്സിലായില്ല? അതായത് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ പിന്നെ വിജയം നേടിയതാണ് ആ പടങ്ങളൊക്കെ. അതുപോലാണ് ഈ പറയുന്ന രേണു ആണെങ്കിലും ഈ പറയുന്ന ജാസി ആണെങ്കിലും ആൾക്കാർക്ക് മുമ്പിൽ എന്താണ് ഫേമസ് ആയത്. നിങ്ങളുടെ നെഗറ്റീവ് കൊണ്ട് ഫേമസ് ആയവരാണ്. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകല്ലേ. എന്താണ് ഞാൻ വലിയ ഫേമസ് ആണ്, ഞാൻ വലിയ സെലിബ്രിറ്റി ആണ്, പോസിറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചു പോകല്. ചിന്തിച്ചാൽ അത് ആന മണ്ടത്തരമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിനൊക്കെ നിനക്ക് മറുപടി സോഷ്യൽ മീഡിയ തന്നെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് വേറൊരു ടോപ്പിക്കും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമ്മളെ ആദ്യമായി കണ്ടവരും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള വിടുവായുധനങ്ങൾ കേട്ടതുകൊണ്ടാണ് ഇമാതിരി ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതിയത്. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതൊക്കെ എല്ലാവർക്കും ബൈ.